അതായത് കുട്ടികൾക്ക് കിൻഡർ ജോയ്, യുവാക്കൾക്ക് എൻജോയ്, കാരണന്മാർക്ക് VS ജോയ്. കാരണങ്ങൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ജലീലിൻ്റെ മന്ത്രിസ്ഥാനം ഫീക്കോ ഫിറോസ് തെറിപ്പിക്കുക, അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുണ്ടായ UDF സംബന്ധിച്ചിടത്തോളമുള്ള വിജയങ്ങളാണ്. തവനൂരിനെ സംബന്ധിച്ചിടത്തോളം 7 പഞ്ചായത്തിൽ ഇത്ര കാലം UDF കിട്ടാത്ത പഞ്ചായത്തുകൾ പോലും പുറത്തൂര്, തവനൂര്, തൃപ്രംകോട് 10 വർഷമായിട്ട് LDF കയ്യിലാണ്. അതേപോലെ തന്നെ എടപ്പാൾ പഞ്ചായത്തൊക്കെ UDF അനുകൂലമായി നിൽക്കുക എന്ന് പറഞ്ഞത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മാത്രം ബേസ് ചെയ്തിട്ട് വരുന്നതല്ല, അത് ഈ ഭരണത്തിനോടുള്ള ഭാഗം കൂടിയാണ്. ആ ഒരു ചലനം എങ്ങനെയായാലും ഈ ഇലക്ഷന് ബാധിക്കും. ജില്ലാ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ര നല്ല മെജോറിറ്റി ഉണ്ട്. പിന്നെ ഈ തവനൂർ മണ്ഡലത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഞങ്ങളെ ഇപ്പോഴത്തെ MLA മുൻ മന്ത്രിയായിരുന്ന താങ്കൾ സൂചിപ്പിച്ചതുപോലെ മിസ്റ്റർ കെടി ജലീൽ എന്ന് പറയാം, അയാൾ 15 വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ്. ഞാൻ ഇനി മത്സരരംഗത്തേക്കില്ല എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം വരെ നിർത്തിവെക്കുകയാണ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനം നിർത്താമെന്ന് മാത്രമല്ല, എനിക്ക് ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞത്. എൻ്റെ പാർട്ടിനോടില്ല, പിണറായി വിജയനോടില്ല, ഒരാളോടും എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഞാനൊരു മെമ്പറോ ഒന്നും ആവാത്ത ഒരാളാണ്, പക്ഷേ സാധാരണ പ്രവർത്തകനാണ്. എനിക്ക് പോലും ഇവിടുത്തെ ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോലും അവരോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. സ്ഥാനമാനങ്ങളില്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് വേണ്ടെന്നാണോ ജലീൽ സാർ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ഒരു വികാരം ജനങ്ങൾക്കുണ്ട്. ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും അവർക്ക് തോന്നുമ്പോൾ ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങി വരാമെന്നും അവർക്ക് മതിയായി എന്ന് തോന്നുമ്പോൾ നിർത്തിപ്പോവാനും ഉള്ളൊരു കരിയർ ആക്കിയിട്ടാണ് അവർ മനസ്സിലാക്കുക. അതിപ്പോൾ അതായത് ഈ മണ്ഡലത്തിൽ വേറെ സ്ഥാനാർത്ഥിനെ കൊടുന്ന് നിർത്തിയാൽ പരാജയപ്പെടും, ജലീലിനെ കൊണ്ടേ ജയിക്കാൻ കഴിയുമെന്ന് CPM ഒരു ധാരണ ഉള്ളത് കൊണ്ടാകാം അയാളെ വീണ്ടും കൊടുക്കുന്നത്. അയാളിപ്പോൾ പറയുന്നത് ഇന്ന പാർട്ടി കൊടുന്നതാണ്. എന്തോ ആവട്ടെ, എങ്ങനെ ആയാലും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും അതേപോലെ നല്ല CPMകാർ, അതായത് പാർട്ടിനോട് സ്നേഹമുള്ള CPMകാർക്ക് പോലും ഈ സ്ഥാനാർത്ഥിത്വത്തിൽ എതിർപ്പുണ്ട്. കാരണം വേണ്ട, എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഒരാളോടും കമ്മിറ്റ്മെൻറ്റ്, പിണറായി വിജയനോട് പോലും കമ്മിറ്റ്മെൻറ്റ് ഇല്ലയെന്ന് പറഞ്ഞാൽ ഒരാളെ വീണ്ടും ഇങ്ങോട്ട് കെട്ടിവെച്ചത് എന്തിൻ്റെ പേരിലാണെന്നും പാടെ സാധാരണക്കാരായ ജനങ്ങൾ ചിന്തിക്കും. അതിൻ്റെ ഇടയ്ക്കാണ് VS ജോയ്, അഡ്വക്കേറ്റ്, അതായത് കുട്ടികൾക്ക് കിൻഡർ ജോയ്, ഞങ്ങളങ്ങനെ പറയുന്നത്, കുട്ടികൾക്ക് കിൻഡർ ജോയ്, യുവാക്കൾക്ക് എൻജോയ്, കാരണന്മാർക്ക് VS ജോയ്. ആ VS ജോയിൻ്റെ വിജയം സുനിശ്ചിതമാണ്, ഒരു സംശയവും വേണ്ട. തവനൂർ മണ്ഡലത്തിലെ വിജയം സുരക്ഷിതമായി നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ തന്നെ അതിനുണ്ട്. ഇപ്പോൾ കുടിവെള്ള പദ്ധതി ആയാലും പോലും, ഇപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു ജലീലിൻ്റെ, എന്താ പറഞ്ഞത്, ടാങ്ക് റെഡിയായി, പൈപ്പ് ലൈൻ റെഡിയായി. എനിക്ക് തോന്നുന്നു ഈ പൈപ്പ് ലൈൻ വെറും കമ്മീഷൻ അടിക്കാൻ മാത്രമുള്ളൊരു പദ്ധതിയായിട്ടാണ് അവർ കണ്ടിട്ടുള്ളത്. കാരണം അതിനുള്ള കിണറില്ല, പമ്പസിൻ്റെ അവിടെയുള്ള മെഷീനുകൾ ഇപ്പോൾ വീഡിയോകൾ കാണുന്നുണ്ട്, തകരാറ് പിടിച്ച് കേട് വന്ന് കിടക്കുന്നത്. പുറത്തൂർ പഞ്ചായത്ത്, മംഗലം പഞ്ചായത്ത് ഭാഗങ്ങൾക്ക് കുടിവെള്ളം. ഇവിടെ ഈ തുപ്രംകോട് പഞ്ചായത്തിൽ ഒരു 10 വർഷം മുന്നേ തുപ്രംകോട് പഞ്ചായത്തിൻ്റെ ഭരണസമിതി കൊടുന്നൊരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു നമ്മളെ പള്ളിപ്പടിയിൽ. ആ പള്ളിപ്പടിയിലെ വാട്ടർ ടാങ്ക് ഈ പൈപ്പ് ലൈനിൽ വെള്ളം വന്നിരുന്ന ആ പൈപ്പുകളൊക്കെ തകർത്തി. കാരണം തുപ്രംകോട് പഞ്ചായത്തിൻ്റെ ഒരുവിധം ഭാഗങ്ങളിലൊക്കെ റോഡ് സൈഡിലൊക്കെ ആയിട്ട് പൈപ്പുകളുണ്ടായിരുന്നു. അതുവരെ തച്ചുടച്ച് അങ്ങനത്തെ ഒരു കുടിവെള്ള പദ്ധതി തന്നെ ഓർമ്മയിലേ ഇല്ലാത്ത കാലത്തിലേക്ക് പോയി. എന്നിട്ടൊരു പുതിയ കുടിവെള്ള പദ്ധതി കൊണ്ടുവരാൻ ഇത്ര കാലം കഴിഞ്ഞിട്ടില്ല. റോഡുകൾ ഇവിടെ കീറി പൊളിച്ചിട്ട് മരണങ്ങൾ സംഭവിക്കുന്നതല്ലാതെ അതുകൊണ്ട് ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും ഉപകാരം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാൻ ചിലപ്പോൾ ഇതേമാതിരി കമ്മീഷൻ അടിച്ചിട്ട് അതിൻ്റെ എന്തെങ്കിലും ലാഭവിഹിതങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം എന്നല്ലാതെ വേറൊരു കാര്യമില്ല. പിന്നെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ എന്ത് വികസനമാണ് തവനൂർ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് വന്നിരിക്കണമെന്ന് ചോദിക്കാൻ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല. ആ സ്നേഹപാത താങ്കൾ ആ ഭാഗത്ത് പോയ സ്നേഹപാതിൻ്റെ സ്ഥിതി എന്താണ്? ഞാനൊരു പ്രാവശ്യമായിട്ട് അവിടെ പോയിട്ടുള്ളത്, ഞാൻ ഫാമിലിൻ്റെ കൂടി. കാരണം ഒരു ദിവസം പോയപ്പോൾ ഞാൻ കണ്ട അവസ്ഥ, നമുക്ക് തന്നെ തനിച്ചു പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ആ സ്നേഹപാതൻ്റെ അവസ്ഥ. പിന്നെ അതിൻ്റെ റെഗുലേറ്റർ ബ്രിഡ്ജിൻ്റെ സ്ഥിതി അടച്ചിടുമ്പോഴാണ് തുറന്നുവിടാൻ കൂടുതൽ വെള്ളം പോകുന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരുപാട് ഒരു ഫ്ലെക്സുകളുടെ ഒരു വികസനം മാത്രമായിട്ട് തവനൂർ മണ്ഡലത്തിൻ്റെ വികസനം നിൽക്കുകയാണ്. അല്ലാതെ
ജനങ്ങളോട് ഇപ്പം ഞങ്ങൾക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് ജനങ്ങളുടെ ഇടയിൽ ചെല്ലുമ്പോൾ. എന്താണ് മാറണം, മാറ്റം വേണം, അനിവാര്യമാണ്. ഭരണം മാറുമ്പോൾ അതിൻ്റെ കൂടെ തവനൂർ മണ്ഡലം ഒന്നാം സ്ഥാനത്ത് മാറാനുണ്ടാകും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിൽ ഒരു കാരണങ്ങളിൽ ചിലത് മാത്രമാണിത്. അതുപോലെ തന്നെ നമ്മളെ പ്രതിപക്ഷത്തിരിക്കുന്ന MLA എത്രത്തോളം മണ്ഡലങ്ങളിൽ ആക്റ്റീവാണ്, സജീവമാണ്, അത്രത്തോളം അതിൻ്റെ ഒരു 6% പോലും ഭരണവശത്തിരിക്കുന്ന MLAക്ക് ഈ മണ്ഡലത്തിൽ ആക്റ്റീവ് ആകാൻ പറ്റിയിട്ടില്ല. എനിക്ക് എൻ്റെ പേഴ്സണലി ഒരു സംശയമാണ്, മന്ത്രിസ്ഥാനം കിട്ടാത്തതിൻ്റെ പേരിലാണോ ജലീൽ ഈ പ്രാവശ്യം വിട്ടുനിന്നത്, അതായത് ഈ മണ്ഡലത്തിൽ ജയിച്ചതിൻ്റെ ശേഷം ഈ ഭാഗത്തേക്ക് വരാതെ പോയതെന്ന് പോലുമുള്ള എൻ്റെ ഒരു വ്യക്തിപരമായ സംശയം അതിൽ നിൽക്കുന്നുണ്ട്. കാരണം അധികാരം മാത്രമാണ് മൂപ്പരാളെ ലക്ഷ്യമാണ് എന്നത് അത് കാരണത്താലാണ്. കാരണം കഴിഞ്ഞ 5 വർഷം മന്ത്രി ആയിരുന്ന സമയത്ത് മൂപ്പരാൾ കല്യാണങ്ങളിലും മരണവീടുകളിൽ എത്തിപ്പെട്ടിരുന്നു. പക്ഷെ അതുപോലും ഈ 5 വർഷം ഉണ്ടായിട്ടില്ല. ഈ 5 വർഷത്തിൽ 2 വർഷം, ബാക്കി മൂപ്പരാൾ പുറം രാജ്യങ്ങളിലാണെന്ന് പറഞ്ഞു കേട്ട്. ഇപ്പോൾ നിങ്ങൾ അതേപോലെ പറഞ്ഞ് ഇവിടെ 2 മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ഒന്ന് VS ജോയി KSUയിലൂടെ കടന്നു വന്ന് മലപ്പുറം ജില്ലാ DCC പ്രസിഡൻ്റായി ഒരു സൗമ്യനായ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു ചെറുപ്പക്കാരൻ. കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമാണ് തവനൂർ മണ്ഡലം. UDFൻ്റെ മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് കൊടുക്കുന്ന സീറ്റാണ്. മലപ്പുറം ജില്ലയിലെ ഒരു സീറ്റാണ്, 4 സീറ്റുകൾ ഒരു സീറ്റാണ് തവനൂർ. അപ്പോൾ ആ സ്ഥാനത്തേക്ക് ആ ഒരു മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ പാർട്ടിയിൽ യോഗ്യനായ ഒരു സ്ഥാനാർത്ഥിനെയാണ് UDF സഖ്യം കോൺഗ്രസ് പാർട്ടി കൊടുക്കുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, 3 തവണ ഇവിടെ മത്സരിച്ച് ജയിച്ച് ഇവിടെ ഒരുപാട് നേതാക്കന്മാർ സഖാക്കന്മാരുള്ള ഈ മണ്ഡലത്തിൽ പുറത്തുനിന്ന്, അതായത് ഈ ജലീലിനെ വീണ്ടും മത്സരിപ്പിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ആരെയും ചിന്തിച്ചിട്ടുണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് മൂപ്പരാൾക്കുള്ളൊരു ക്വാളിറ്റി CPM കാണുന്നത് ലീഗിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി. ലീഗിൻ്റെ ബൈത്തുറഹ്മകൾ, അതേപോലെ വയനാടിൻ്റെ വീടിൻ്റെ അവിടെ കൊടുക്കുന്ന സ്ഥലങ്ങൾ എന്ത് സ്ഥലമാണ്, ചതുപ്പ് ഭൂമിയാണോ, അവിടെ ഇടുന്ന ടൈൽസ് ഏതാണ്, ഗ്രാനൈറ്റിന് ക്വാളിറ്റി ഉണ്ടോ, സ്ക്വയർ ഫീറ്റ് ഉണ്ടോ, ചുമര് കെട്ടിയ മതി, അതായത് മതിൽ കെട്ടിയ പോലെ വീടുകൾ, ഇതിൻ്റെയൊക്കെ അളവും കാര്യങ്ങളും എടുക്കുക. ലീഗിന് കുറേ കുറ്റം പറയുക, അതിൽ കിട്ടുന്ന ഒരു സുഖം അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് ജലീലിനെ അവർ സ്ഥാനാർത്ഥിയാക്കാൻ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം. UDFനെ സംബന്ധിച്ചൊരു ഗുണം അതിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി. ഒരു മനുഷ്യൻ നാവ് തുറന്ന് പച്ചക്ക് കളവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു അടിസ്ഥാനരഹിതമായ കളവുകൾ. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ശരിയാണ്, അത് ലീഗ് വീട് വെച്ച് അവിടെ പാവങ്ങൾ താമസിച്ചത് തന്നെ എനിക്ക് വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അത് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണോ, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബൈത്രോമൾ കൊടുത്ത ഒരു പാർട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഗിന്നസ് ബുക്കിൽ വരെ കയറാൻ സാധ്യതയുള്ള ഒരു ലെവലിൽ നിൽക്കുന്ന വീടുകൾ, അത്രയും വീടുകൾ കൊടുത്തൊരു പാർട്ടിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലീഗ് വീട് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ അതിൽ കയറി താമസിക്കുന്ന ആരും കരുതേണ്ടെന്ന്. സർക്കാർ ഉണ്ടാക്കി കൊടുത്ത വീടിന്റെ താക്കോല് കൊടുക്കുന്നതിന് മുന്നേ ലീഗ് കൊടുത്ത് ഇപ്പൊ സർക്കാർ കൊടുത്തതിന്റെ സ്ഥിതി എന്താ? ഏഷ്യനെറ്റ് ന്യൂസുകളിലെ ചർച്ചകൾ നിങ്ങൾ കേൾക്കുന്നില്ല. അതും താമസ സൗകര്യം ആയിട്ടില്ല. അതൊക്കെ എങ്ങനെ ആവാം? അത് നമ്മൾ അതിനെ കുറിച്ച് അങ്ങോട്ട് മേലേക്ക് പോകണം. നമ്മൾ തവനൂരിനെ കുറിച്ച് പറയാം. ഈ ജലീലിനെ സംബന്ധിച്ചിടത്തോളം ജലീലിന്റെ ക്വാളിറ്റി അതാണ്. പക്ഷേ അത് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. ഇപ്പോൾ സാധാരണക്കാരായ നിഷ്പക്ഷമായ ഒരുപാട് ജനങ്ങളുണ്ട്. അവർക്ക് പോലും ജലീലിനെ കുറിച്ച് സംസാരിക്കാൻ ഇതാണ്. അവന് ലീഗ് വിരോധം മാത്രമാണ് അയാൾക്ക് കിട്ടിയൊരു ക്വാളിഫിക്കേഷൻ എന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ പാർട്ടിയെ നിലനിർത്തണം. ഈ തോതിൽ പോവുകയാണെങ്കിൽ പാർട്ടി വരെ ശയിച്ചു പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കണം. കാരണം ഒരിക്കലും ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞൊരു സീറ്റിലേക്ക് വലിച്ചു പിടിച്ചു കൊടുന്ന് നിർത്തേണ്ട ഇല്ലാത്തതുപോലെ ആ ഒരു സ്ഥിതിഗതിയിലേക്ക് CPM മാർക്സിസ്റ്റ് പാർട്ടി മാറിയെങ്കിൽ ഞങ്ങൾ ആ ഒരു എല്ലാ ആത്മവിശ്വാസത്തോടും, പിന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളോടുള്ളൊരു വിശ്വാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഫിറോസ് വന്നപ്പോൾ അവർ തന്ന ഞങ്ങൾക്ക് ഉള്ളൊരു വിശ്വാസമുണ്ട്. അതിലും അപ്പുറമാണ് ഇപ്പോൾ വിശ്വാസം. കാരണം പഞ്ചായത്തുകളൊക്കെ UDF ഭരിക്കുകയാണ്. പിന്നെ ഞങ്ങളെ ജോയി
എൻജോയ് ആയി വിജയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രത്യേക വേറൊരു ക്വാളിറ്റി ഉണ്ട്. ജോയ് ഇതുവരെ പ്രവർത്തിച്ചത് അധികാരം മോഹിച്ചിട്ടില്ല. കാരണം അത്രയും നല്ല അവസരങ്ങൾ ഉണ്ടായിട്ട് പോകും. നിലമ്പൂർ നിങ്ങൾ പറഞ്ഞ പോലെ നിലമ്പൂർ അത് മാറുന്നത് പാർട്ടീസിന് ഒരു ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ്. ഭയങ്കര ക്വാളിറ്റി. അതെ. പിന്നെ ചെറുപ്പക്കാരാണ്. 39 വയസ്സാണ്. 1986 ജോയിയുടെ ജനനം. 36 ഇന്ത്യക്ക് അല്ലെ 39 വയസ്സിന്റെ ആ പ്രായമുള്ള യുവ ചുറുക്കനാണ്. കൃത്യമായി പൊളിറ്റിക്സ് തുറന്നു പറയുന്ന അതാണ്. പിന്നെ ഞങ്ങൾ ഏറ്റവും വലുത് മുന്നിൽ വെക്കുന്നത് മതസൗഹാർദ്ദമാണ്. ജോയിയെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് വോട്ടില്ലാത്ത ഈ മണ്ഡലത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങൾ ജോയിക്ക് കൊടുക്കുന്നൊരു വാക്കും ഉറപ്പുമാണ്. വീഡിയോസ് കാണുന്ന എല്ലാ തവനൂർ നിയോജക മണ്ഡല വോട്ടർമാരോടും നിങ്ങൾ ചെയ്യുന്ന വോട്ടുകൾ ഒരിക്കലും പാഴാവില്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾ ഓരോ വാർഡിലും ഓരോ പഞ്ചായത്തിലെ UDF പ്രവർത്തകർ നിങ്ങൾക്ക് തരും. ഈ ജോയിനെ കുറിച്ച് അത്രയും ആത്മവിശ്വാസത്തോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇത് കാണുന്ന വീഡിയോ കാണുന്ന ഒരു വോട്ടർമാരും നിങ്ങളെ വോട്ട് പാഴായില്ല എന്ന് അടുത്ത 5 വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് തല ഉയർത്തി പറയാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും കൈപ്പത്തി ചിഹ്നത്തിൽ UDFന് വോട്ട് ചെയ്യുക. ജോയിയെ വിജയിപ്പിക്കുക. എൻജോയ്.